അങ്ങനെ നേപ്പാളിലെ യാത്രകൾ കഴിഞ്ഞിട്ട് തിരിച്ച് മിറിക്കിലേക്ക് വന്നിരിക്കുകയാണ്. മിറിക്ക് ലേക്ക് കാണാൻ പോകാനാണ് എൻ്റെ പ്ലാൻ. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, മണി 4 മിറിക്കിൽ നിന്നും ഡാർജിലിങ്ങിലോട്ട് ഇഷ്ടംപോലെ ടാക്സി കിട്ടുമെന്ന് പറഞ്ഞ ഷെയർ ടാക്സികൾ അത് 3 മണി വരെ ഉള്ളൂ. 3 മണി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ പ്രൈവറ്റ് ടാക്സി മാത്രമേ കാണത്തുള്ളൂ. അത് ഇനി അവിടെ വരെ പോകണമെങ്കിൽ 3000 രൂപ കൊടുക്കണം. ഞാൻ പെട്ടുപോയി സത്യം. അപ്പോൾ ഈ ഡ്രൈവർ ഇങ്ങനെ മനഃപൂർവ്വം 4 മണി വരെ അവിടെ ചുറ്റിച്ചതാണ്. ഇടയ്ക്ക് വെച്ച് അങ്ങനെ കണ്ടില്ല, അങ്ങനെ തേടി കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ മനഃപൂർവ്വം 4 മണിയായി. എന്തെന്നാൽ ക്യാബ് കിട്ടിയില്ലേ ഇങ്ങനെ തന്നെ വിളിച്ചിട്ട് ഇങ്ങേര് കൊണ്ടാക്കും, അങ്ങനെ ഇങ്ങേർക്ക് പൈസ കൊടുക്കും എന്നുള്ള കാര്യം അങ്ങനെ പറയുകയും ചെയ്തു. ചിലപ്പോഴേ കിട്ടുമോ. ഫസ്റ്റ് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഫസ്റ്റ് ഫുഡ് കഴിച്ചു. അത് ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം സ്റ്റാൻഡിൽ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റ്, ഫുഡ് അവിടെ കൊണ്ടുവച്ചിട്ട് ഒന്ന് കറങ്ങിയിട്ട് വന്നു. മിലക്കിലേക്ക് എനിക്കൊരു ആവറേജ് ആയിട്ട് തോന്നിയത്. എനിക്ക് അതൊരു വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഇവിടുത്തെക്കാർക്ക് ഇത് വൈകിട്ട് ജസ്റ്റ് ഒന്ന് കളി പറഞ്ഞൊക്കെ ഇരിക്കാനും ജസ്റ്റ് ഒത്തുകൂടാനും പറ്റിയൊരു സ്ഥലം, അത്രയേ ഉള്ളൂ. പിന്നെ ഹൗസ് റൈഡിങ്ങും ഇഷ്ടംപോലെ പട്ടിശല്യമുണ്ട്. ഇവിടെ എവിടെ പോയാലും പട്ടികളാണ്. പക്ഷേ ഇവിടുത്തെ പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പട്ടികളെ പോലെ ഒന്നുമല്ല. നല്ല വണ്ണമൊക്കെ ഉണ്ട്, പിന്നെ നിറയെ പൂടയാണ്, ശരീരം മൊത്തം പൂടയാണ്. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ലുക്കിലാണ് ഇവിടുത്തെ പട്ടികളെല്ലാം. ടാക്സി സ്റ്റാൻഡിൽ പോയി ടാക്സി കിട്ടാതായപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ഇവിടുത്തെ ഒരു ഹോട്ടലിൽ തന്നെ റൂം എടുത്ത് ഒരു ദിവസത്തേക്ക്. എന്നിട്ട് രാവിലത്തെ ഷെയർ ടാക്സിയിൽ കയറി തിരിച്ച് ഡാർജിലിംഗ് വരാനാണ് എൻ്റെ പ്ലാൻ. പിന്നെ വന്നിട്ട് എനിക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. അതുകൊണ്ട് ഒരുപാട് താമസിപ്പിക്കേണ്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ 3000 കൊടുത്ത് ഡ്രൈവറിന് കൊടുത്ത് അവിടെ പോയി എത്തുന്ന കാര്യം സമാധാനമായിട്ട് അവിടെ കിടന്നുറങ്ങിയിട്ട് പോകാമെന്നുള്ള പ്ലാനായിരുന്നു. രാത്രി അവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. ആ ഫെസ്റ്റിവലിൽ എന്തോ ഒരു ഗെയിം, ടംബോല എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം എല്ലാവരും പങ്കെടുത്ത് പൈസ കൊടുത്ത് ഇപ്പം 1,00,000 രൂപ വരെയൊക്കെ അത് ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് ട്രൈ ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തില്ല. വെറുതെ പൈസ അറിയണതിന്. അതുകൊണ്ട് അവിടെ എല്ലാവരും ഭയങ്കര ചില ആളുകൾ നിരാശരായിട്ടൊക്കെ പോകുന്നുണ്ട്. അയ്യോ പൈസ പോയിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വേണ്ട എന്നുള്ള പ്ലാൻ. രാത്രി രക്ഷയില്ല, തണുപ്പ് 12 ഡിഗ്രി സെൽഷ്യസ് തണുപ്പൊക്കെ കിടുങ്ങി വിറച്ചൊക്കെയാണ് അവിടെ ഇരുന്നത്. പിന്നെ കിട്ടിയ റൂം നല്ല റൂമായിരുന്നു. പിന്നെ കുറച്ച് നേരം ഈ പരിപാടിയും കണ്ടോട്ടെ അങ്ങനെ ഇരുന്നു. സമയം പോണില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് കറങ്ങിയൊക്കെ ലേക്കിനിട്ട് കറങ്ങിയൊക്കെ. കുറച്ച് നേരം കറങ്ങിയിറങ്ങിയ ശേഷം നല്ല വിശപ്പൊക്കെ ആയി. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു. ഫുഡ് നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ട് കിടന്നുറങ്ങി. ഇനി ബാക്കി വിശേഷം അടുത്ത എപ്പിസോഡിൽ.